ശ്രീചിത്ര ഹോമിൽ 3 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് സീനിയർ വിദ്യാർത്ഥികളുടെ കളിയാക്കലും പീഡനവും സഹിക്കാതെയെന്ന് വിവരം. ഇന്നലെ രാത്രി അമിതമായി മരുന്ന് കഴിച്ച പെൺകുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 12, 15, 16 വയസ്സുള്ള 3 പെൺകുട്ടികളാണ് അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇവരെ ഇന്നലെ രാത്രി തന്നെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായി ശ്രീചിത്ര ഹോം അധികൃതർ അറിയിച്ചു. 2 കുട്ടികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ SAT ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിലാണ് 2 കുട്ടികൾ ചികിത്സയിലുള്ളത്. പാരസെറ്റാമോൾ, വിറ്റാമിൻ ഗുളികകളാണ് കുട്ടികൾ അമിതമായി കഴിച്ചത്. ശ്രീചിത്ര ഹോമിലെ മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് കുട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കൾ കളിയാക്കിയ സംഭവം അധികാരികളെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും കുട്ടികൾ ആരോപിച്ചതായാണ് വിവരം. അതേസമയം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ശ്രീചിത്ര ഹോം സൂപ്രണ്ട് ബിന്ദു പറയുന്നു. ഇളയാള് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി ഈ 2 കുട്ടികളെയും കളിയാക്കി എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് പരാതി പറഞ്ഞിരുന്നു. ഞാൻ 3 പേരെയും വിളിച്ച് സംസാരിച്ചപ്പോൾ വേറൊന്നുമല്ല കളിയാക്കിയത്. ഈ 2 കുഞ്ഞുങ്ങൾ 9th പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, മതിൽ ചാടി പോകുമെന്ന് പറഞ്ഞു. അത് കേട്ട് 6th സ്റ്റാൻഡേർഡിലെ കുട്ടി പറഞ്ഞു മതിൽ ചാടി പോകുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ പോവാതെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ഞാൻ 3 പേർക്കും കൗൺസിലിംഗ് കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ സഹോദരങ്ങളെപ്പോലെ നിൽക്കണം, നല്ല രീതിയിൽ നിന്നാൽ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു തരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആയാലും ഫുഡായാലും കൗൺസിലിംഗ് ആയാലും സ്പോർട്സും ആർട്സും എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ധരിപ്പിച്ചു പോയതാണ്. അപ്പം ഇന്നലെ ആണ് കെയർടേക്കേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ കുട്ടികൾ വൈറ്റമിൻ ടാബ്ലറ്റും പാരസെറ്റമോളും കഴിച്ചു എന്ന് പറഞ്ഞു. ആത്മഹത്യാ ശ്രമത്തിൽ സ്വമേധയാ കേസെടുത്തതായി ബാലാവകാശ കമ്മീഷൻ അംഗം N. സുനന്ദ പറഞ്ഞു. കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയ കൗൺസിലറിൽ നിന്ന് റിപ്പോർട്ട് തേടുമെന്നും കമ്മീഷൻ അംഗം വ്യക്തമാക്കി. ഇവിടെ വാർത്ത കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ വന്നതും സൂപ്രണ്ടുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ബാലാവകാശ കമ്മീഷൻ സുമോട്ടോ ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അന്വേഷണം നടത്തി വേണ്ട വിധത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് നടപടി എടുക്കുന്നത് തന്നെയാണ് കാര്യം. കുട്ടികളുടെ കാര്യത്തിൽ എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. ബാലാവകാശ കമ്മീഷൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ആരെങ്കിലും ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തീർച്ചയായിട്ടും പരിശോധിക്കും. അത് ഇനി എന്തായാലും അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള നടപടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് BJP ആരോപിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. ഇന്ന് 3 കുട്ടികൾ അമിതമായിട്ട് ഗുളിക കഴിച്ചത് ഇവിടുത്തെ റാഗിങ്ങിൻ്റെ ഫലമായിട്ടാണ്. അതൊരിക്കലും നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം കുട്ടികളുടെ മൊഴിയെടുത്താൽ മാത്രമേ അത് സാധിക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾ താമസിക്കുന്ന അന്തേവാസികളായിട്ടുള്ള ശ്രീചിത്ര പൂർ ഹോമിൽ ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നിട്ട് സൂപ്രണ്ട് അതിനെ നിഷേധാത്മക രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഇവിടെ നിഷ്പക്ഷമായിട്ടൊരു അന്വേഷണം നടത്തണം. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോയി. നമുക്കറിയാം നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങൾ ഇവിടെ ചേർത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഈ സ്ഥാപനം സത്യത്തിൽ നാദനില്ലാ കളരിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തമ്പാനൂർ പോലീസ് SHO ജിജുകുമാർ അറിയിച്ചു. അതേസമയം ആത്മഹത്യാ ശ്രമം നടന്നിട്ടും ശ്രീചിത്ര ഹോം അധികൃതർ പോലീസിനെ അറിയിക്കാൻ വൈകിയെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.